അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അൻസു, ഇതെൻ്റെ ഹസ്ബൻഡ് അനിൽ. എൻ്റെ 2 മക്കളാണ് ആൻമിയ, ആൻലിയ. അമ്മ മാതാവും തിരുക്കുമാരനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് 21-നാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അനിയത്തിയുടെ വിവാഹ ആവശ്യത്തിനായിട്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒത്തിരി ആ സമയത്ത് ഞങ്ങൾ 3 മക്കളാണ്. ഞാനാണ് മൂത്ത ആൾ. എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ ആ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ ഞങ്ങളൊരു കുറേ ബാങ്കുകളിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചു. എല്ലായിടത്തും റിജക്ഷനാണ് ഉണ്ടായത്. ഞാനും പപ്പയും ലാസ്റ്റ് നിമിഷം ആ വിവാഹം വേണ്ട എന്ന് വെക്കാം അങ്ങനെ ഒരു തീരുമാനം വരെ എത്തി. കാരണം 1 മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിൻ്റെ ഡേറ്റിന്. അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിലാണ് എനിക്കൊരു കാശ് രൂപം തന്നത്. കാശ് രൂപം കൊണ്ട് പോയി ബാങ്ക് മാനേജർ സംസാരിക്കുമ്പോൾ ഈ കാശ് രൂപം പിടിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാനൊരു ബാങ്കിൽ പോയി കാശ് രൂപം കയ്യിലെടുത്ത് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ബാങ്ക് മാനേജർ സംസാരിച്ചു. ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ബാങ്ക് ലോൺ പാസ്സാകുകയും എൻ്റെ അനിയത്തിയുടെ കല്യാണം നല്ല ഭംഗിയായി നടക്കാനും സാധിച്ചു. ഞാനൊരു നേഴ്സാണ്. അത് കഴിഞ്ഞ് ഞാൻ കുവൈറ്റിലോട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കുവൈറ്റിലോട്ടുള്ള എക്സാം പാസ്സായി. അതിന് മെഡിക്കലിന് ചെന്നപ്പോൾ അവിടെ വെച്ച് മെഡിക്കൽ ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ 2ാമത്തെ മെഡിക്കൽ ചെന്നപ്പോൾ മെഡിക്കൽ പാസ്സാകുകയും പിന്നെ കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞുള്ള 4 മെഡിക്കലും ഒരു കുഴപ്പവും കൂടാതെ പാസ്സാവുകയും ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് കുവൈറ്റ് ചെന്ന് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് പനി കൂടി അഡ്മിറ്റ് ആകുകയും എൻ്റെ മൂത്ത കുട്ടി പനി കൂടി അഡ്മിറ്റ് ആകുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ വന്നു. പിന്നെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ അവൾ റീഅഡ്മിറ്റ് ആയി. ആ സമയത്ത് പിന്നെയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തിരിച്ചു പോയിരുന്നു. പിന്നെ പ്രയർ റിക്വസ്റ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുകയും അവളുടെ 1 ആഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. 2ാമത്തെ കുഞ്ഞിന് 2 മാസമാണ് പ്രായം. കുഞ്ഞിന് ആദ്യമേ സ്കാനിങ്ങിന് തന്നെ നക്കൽ ട്രാൻസ്ലൻസി എന്ന് പറയും, അത് ഇച്ചിരി വേരിയേഷൻ കാണിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ആലോചിച്ചിട്ട് അത് ചെയ്യേണ്ട, ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 6ാം മാസം ലീവ് എടുത്ത് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചായിരുന്നു. തിരിച്ച് ചെന്ന് സ്കാനിങ് അനോമലി സ്കാൻ ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 38 വീക്കിലെ ഒരു സ്കാനിങ്ങിലാണ് കുഞ്ഞിന് റീനൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ സിസ്റ്റിനെ പറ്റി നോക്കാമെന്ന് പറഞ്ഞു. അവിടെ ആയിരുന്നു അപ്പം ഡെലിവറി കഴിഞ്ഞ് അവർ സ്കാൻ ചെയ്തപ്പോഴും അവിടുന്ന് ഒവേറിയൻ സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്ചാർജ് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് റിക്കറൻ്റായിട്ട് ചോക്കിങ് ഉണ്ടാകുമായിരുന്നു. അവളെ ഒന്നും കിടത്താൻ പറ്റത്തില്ല ബെഡിൽ. പെട്ടെന്ന് അവൾ ചോക്കിങ് ആയിട്ട് അവൾക്ക് അങ്ങനെ ഒരു 5 ടൈംസെങ്കിലും ഉണ്ടായി. ഞങ്ങൾക്ക് അവിടെ തല ഉയർത്താതെ നിലത്തുനിന്ന് കിടത്താൻ പറ്റത്തില്ല, അങ്ങനെയായിരുന്നു. ഒരു വട്ടം ഉണ്ടായ ചോക്കിങ്ങിന് നല്ലതായിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് അവൾക്ക് വൃത്തി ചെയ്യാൻ പറ്റിയില്ല. കുറേ നേരത്തേക്കിന് കുഞ്ഞിന് സൗണ്ട് മാത്രം പുറപ്പെടുവിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് തേച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് അത് റിക്കവറായി. അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ്ഡായി. ഞങ്ങളൊരു 10 ഡേയ്സ് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടുന്ന് ഡിസ്ചാർജിൻ്റെ സമയത്ത് കുഞ്ഞിന് കാർഡിയാക് മർമറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വിളിച്ച്, എൻ്റെ അനിയത്തിയുണ്ട് ഇവിടെ, അനിയത്തിയെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അവൾ അച്ഛനെടുക്കെ കുഞ്ഞിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് 25-നാണ് വന്നപ്പോൾ ഞങ്ങൾ ICH ചെന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് റിക്കറൻ്റായിട്ട് ചോക്കിങ് ഉണ്ടാകുന്നത് മേ ബി ട്രക്കിയോ ഈസോഫാഗൽ ഫിസ്റ്റുല എന്ന് എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും ചോക്കിങ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമേ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കോട്ടയം ICH പോയി. അവിടുന്ന് മേരിയം മീൽസ് എന്നൊരു ടെസ്റ്റ് ചെയ്തു. അതിനകത്ത് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് പറയാൻ മറന്നുപോയി. ഞാൻ ഇവിടുന്ന് എയർപോർട്ട് ഇറങ്ങി ഫസ്റ്റ് ഇവിടെ വന്ന് കുഞ്ഞിനെ കാണിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്, മാതാവിൻ്റെ കുഞ്ഞിനെ കാണിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അപ്പം അത് 2ാമത്തെ ICH അവിടെ ചെന്ന് ബേരിയം മീൽസിൽ നോർമലാണ്. കുഞ്ഞിന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. കുഞ്ഞിന് ഉള്ളതൊരു റിഗർജിറ്റേഷനാണ്. അതൊരു 3 മന്ത് 4 മന്ത് ആകുമ്പോൾ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ വെച്ച് അവരെ എക്കോ ചെയ്തു. എക്കോയ്ക്കകത്തൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് പുഷ്പഗിരിയിൽ ചെന്നു. അവിടുന്ന്
ഞങ്ങൾക്ക് എക്കോ ചെയ്തു. അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള മർമ്മറേ ഉള്ളൂ. ആഫ്റ്റർ 3 മന്ത് ഒന്നുകൂടെ എക്കോ റിപ്പീറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. പിന്നെ സിസ്റ്റും ഒവേറിയൻ സിസ്റ്റ് അവരും അത് തന്നെയാണ് ഡയഗ്നോസ് ചെയ്തത്. അവർ പറഞ്ഞത് എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ മറ്റേണൽ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കുഞ്ഞിന് ഒവേറിയൻ സിസ്റ്റ് വന്നത്. അതൊരു 2 to 3 മന്ത് കഴിയുമ്പം അത് തന്നെ മാറിക്കൊള്ളും. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ സ്കാനിങ് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ പ്രാർത്ഥനാപരമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഒത്തിരി നേരം എടുത്ത് പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഹസ്ബൻഡ് പങ്കെടുക്കുന്നത് കുറവായിരുന്നു. ഇത് കഴിഞ്ഞേ പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ സഹായം സാമ്പത്തികമായിട്ട് മിക്കവാറും എല്ലാ മാസങ്ങളിലും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പോലും ഞങ്ങൾ സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ട്. പിന്നെ മാനസികമായിട്ട് വൈകല്യമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട്. നാട്ടിലായിരുന്ന സമയത്ത് പൊതിച്ചോറ് കൊടുക്കുന്നു, അങ്ങനത്തെ എല്ലാം ചെയ്യുമായിരുന്നു. കൃപാസന പത്രം ഞങ്ങൾ അവിടെ കൊണ്ട് ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്. ഇവിടെയെല്ലാം കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലെ അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാക്ഷ്യങ്ങളെല്ലാം മിക്കവാറും സമയങ്ങളിൽ ഫ്രീ ടൈം ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ വീട്ടിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയും കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പത്രോസ് ലീഹായുടെ